ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സന്ദർശിച്ചു. 2026 ജനുവരി 12-നും 2025 മെയ് 18-നും നടന്ന PSLV വിക്ഷേപണങ്ങളുടെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് സന്ദർശനം. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ എ രാജരാജൻ, ഡെപ്യൂട്ടി ഡയറക്ടർമാർ എന്നിവരുമായി അദ്ദേഹം സംസാരിച്ചു. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ഇരിക്കണം. ഐസൻ, എത്രത്തോളം നിർണായകമായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം? സുരേഷ്, ഏറ്റവും നിർണായകമായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം സന്ദർശിച്ചത് തന്നെ ആ ഒരു പശ്ചാത്തലം നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ മെയ് 18-ന്, അതായത് 2025 മെയ് 18-നും 2026 ജനുവരി 21-നും ജനുവരി 12-നും ഭാരതത്തിന്റെ ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും കാര്യക്ഷമത തെളിയിച്ച PSLV ലോഞ്ചുകൾ പരാജയപ്പെട്ടിരുന്നു. ഈ PSLV ലോഞ്ചുകളുടെ പരാജയവുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങളുടെ ഭാഗമായാണ് അദ്ദേഹം സന്ദർശിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം VSSC സന്ദർശിക്കാൻ കാരണം PSLV, അതായത് പോളാർ സ്പേസ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്ന ആ റോക്കറ്റ് സംവിധാനങ്ങളുടെ ഒരു നോഡൽ സംവിധാനം, നോഡൽ ഏജൻസി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നോഡൽ സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം VSSC ആണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണ് തിരുവനന്തപുരത്തുള്ള. ആ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ PSLV C-62 ദൗത്യവും അതുപോലെ തന്നെ C-63 ദൗത്യവും ഇതൊക്കെയാണ് 61ഉം 62ഉമാണ് പരാജയപ്പെട്ടത്. PSLV C-62, PSLV C-61 എന്നീ ദൗത്യങ്ങളാണ് പരാജയപ്പെട്ടത്. ഈ ദൗത്യങ്ങൾ പരാജയപ്പെട്ടത് ഒരു പ്രത്യേക ഘട്ടത്തിൽ, അതായത് നമുക്കറിയാവുന്നതാണ് അതിന്റെ സെക്കൻഡ് സ്റ്റേജിലും അതുപോലെ തന്നെ ഒരു ഫൈനൽ സ്റ്റേജിലുമാണ് ഇത് രണ്ടിന്റെ പരാജയം ഉണ്ടായത്. ഈ പരാജയം ഉണ്ടായതിന്റെ നഷ്ടം എന്ന് പറയുന്നത് അതിലേറെ ഭീമമായ ഒരു നഷ്ടവുമായിരുന്നു. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 09 ആണ് PSLV 61-ൽ നഷ്ടമായത്. അതുപോലെ തന്നെ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് N1 അത് PSLV C-62-ലും നഷ്ടമായി. മറ്റു നിരവധി പേലോഡുകളും അതിലുണ്ടായിരുന്നു. 15ഓളം പേലോഡുകൾ ഉണ്ടായിരുന്ന വലിയൊരു വിക്ഷേപണമായിരുന്നു നേരത്തെ നടന്നത്. ഇത്തരത്തിലുള്ള വലിയ വിക്ഷേപണങ്ങളെല്ലാം തന്നെ നടന്നപ്പോൾ ഈ രണ്ട് വലിയ പരാജയങ്ങൾ വൻതോതിൽ ഒരു ആഘാതം ISROയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന രീതിയിലുണ്ടായിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹം എത്തിയത്. VSSC ഡയറക്ടർ എ രാജരാജനുമായും ഡെപ്യൂട്ടി ഡയറക്ടർമാരുമായും വളരെ രഹസ്യമായ ഒരു കൂടിക്കാഴ്ച, അല്ലെങ്കിൽ വളരെ കോൺഫിഡൻഷ്യലായ ഒരു കൂടിക്കാഴ്ചയാണ് അദ്ദേഹം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ അന്വേഷണങ്ങൾ ഇനിയും തുടരുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, ഭാരതത്തിന്റെ ഏറ്റവും ശക്തമായ റോക്കറ്റ് സംവിധാനമാണ് PSLV, അതായത് പോളാർ സ്പേസ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഈ പോളാർ സ്പേസ് ലോഞ്ച് വെഹിക്കിൾ വൻ വിജയങ്ങൾ നേടിയ ഈ ലോഞ്ച് വെഹിക്കിളുകൾ അവസാന വിക്ഷേപണങ്ങളിൽ പരാജയപ്പെടുന്നതിന്റെ ഗൗരവം തന്നെ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് അന്വേഷണം നടക്കുന്നതും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നേരിട്ട് VSSCയിലെത്തി അന്വേഷണങ്ങൾ നടത്തിയതും. ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകി.